കനകച്ചിലങ്ക എന്ന യൂണിറ്റിലെ ചെറിയൊരു പാഠഭാഗം നമുക്ക് നോക്കാം. ഇവിടെ ആദ്യം തന്നെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രമാണ് നൽകിയിരിക്കുന്നത്. അതിന് മുകളിലായി 2 വരി എഴുതിയിട്ടുണ്ട്. പാട്ടിലും കവിതയിലും മാത്രമല്ല ചൊല്ലുകളിലും താളമുണ്ട്. ഈ വിവരണം വായിച്ചു നോക്കൂ. നമുക്കൊന്ന് വായിച്ചു നോക്കാം അല്ലേ. പഴഞ്ചൊൽ പെരുമ. നാരങ്ങപ്പാല് ചൂട്ടയ്ക്ക് 2 ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ ഓടിയോടി വരണ കള്ളനെ പിടിച്ചേ. പൊടിപാറിയ കളിയാണ് മുറ്റത്ത്, ആകെ കൂകലും വിളിയും ബഹളമയം. എന്താ മക്കളെ കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ? അമ്മയാണ്. ഹായ് നെയ്യപ്പത്തിൻ്റെ മണം, കുട്ടികൾ ആർത്തു വിളിച്ചു. ഓ, കളിയൊക്കെ നിർത്തിയോ? എന്താണിപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് ഓടി വന്നത്? അതെങ്ങനെയാ? അരിയെറിഞ്ഞാൽ 1000 കാക്ക എന്നല്ലേ? അല്ല, നീയെന്താ ബേബി അവിടെ ഒതുങ്ങിയിരിക്കുന്നത്? ബേബിയെ നോക്കി അമ്മ ചോദിച്ചു. അതോ, കളിക്കാനും കൂടിയിട്ടില്ല, തലവേദനയും പനിയുമാണത്രേ, അവൾക്ക് വയറുവേദനയുണ്ട്, ബേബിയുടെ കൂട്ടുകാരി പറഞ്ഞു. എന്നാലും ഒരു നെയ്യപ്പം കഴിച്ച മോളെ, അമ്മ സ്നേഹത്തോടെ നിർബന്ധിച്ചു. വേണ്ടമ്മേ, എനിക്ക് വയ്യ, ബേബി ചിണുങ്ങി. കഷ്ടം തന്നെ, എൻ്റെ കുട്ടിക്ക് എന്തിഷ്ടാ നെയ്യപ്പം. അത് തിന്നാനായപ്പോഴോ ആലിൻ കായ പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണ് എന്ന നിലയിലായി അവളുടെ കാര്യം, അമ്മ വിചാരിച്ചു. ബേബിക്കുട്ടിയോ, മോളുടെ പനി മാറുമ്പോൾ അമ്മ നെയ്യപ്പം ഉണ്ടാക്കിത്തരാട്ടോ. ബേബിയെ തൊട്ടുതലോടി ആശ്വസിപ്പിച്ച് അമ്മ അകത്തേക്ക് പോയി. മുറ്റത്തു നിന്നു വീണ്ടും ബഹളമുണർന്നു. കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ. ഇനി നമുക്കിതിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം. ചോദ്യങ്ങൾ ഓരോന്നായി പരിശോധിക്കാം. ചോദ്യം: വിവരണം വായിച്ച് പഴഞ്ചൊല്ലുകൾ കണ്ടെത്തൂ, എഴുതൂ. കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ. അരിയെറിഞ്ഞാൽ 1000 കാക്ക. ആലിൻ കായ പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണ്. അടുത്ത ചോദ്യം: കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്ന് പറയുമ്പോൾ അത് കാക്കകളെക്കുറിച്ച് മാത്രമാണോ? കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്നത് വെറുതെ കലഹമുണ്ടാക്കുന്നതിനെ സൂചിപ്പിക്കുന്നു, വെറും കാക്കകളെ കുറിച്ചല്ല. പാഠഭാഗത്ത് കുട്ടികൾ ബഹളമുണ്ടാക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം: അരിയെറിഞ്ഞാൽ 1000 കാക്ക എന്നതുകൊണ്ട് കാക്കയുടെ വരവിനെ മാത്രമാണോ സൂചിപ്പിക്കുന്നത്? അരിയെറിഞ്ഞാൽ 1000 കാക്ക എന്നത് ആവശ്യമുള്ള ആളുകൾ ഓടിയെത്തുന്നതിനെ സൂചിപ്പിക്കുന്നു. ഇവിടെ വെറും കാക്കകളെയല്ല. പാഠഭാഗത്ത് നെയ്യപ്പത്തിൻ്റെ മണം കൊണ്ട് കുട്ടികൾ അമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തുന്നതാണ് സൂചിപ്പിച്ചത്. അടുത്ത ചോദ്യം: ഈ ചൊല്ലുകളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയൂ. മറ്റുള്ളവർ പറയുന്നതിനോട് പ്രതികരിക്കൂ. പഴഞ്ചൊല്ലുകൾ നമ്മുടെ പഴയ ആളുകൾ പറഞ്ഞ നല്ല വാക്കുകളാണ്. അവ നമ്മെ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ജീവിതത്തിൽ എങ്ങനെ നല്ലവരാകാം എന്ന് അറിയാൻ പഴഞ്ചൊല്ലുകൾ സഹായിക്കും. അവ ചെറുതായിട്ടുണ്ടെങ്കിലും വലിയ അർത്ഥം ഉണ്ടാക്കും. അടുത്ത ചോദ്യം: ഒരു കാര്യം പറയുകയും വേറൊന്ന് ആശയമായി വിവരിക്കുകയും ചെയ്യുന്ന രീതിയിൽ പുതിയ വാക്യങ്ങൾ, വാക്കുകൾ, പദക്കൂട്ടുകൾ എന്നിവ എഴുതി നോക്കൂ. വെളുക്കാൻ തേച്ചത് പാണ്ടായി, നന്നാക്കാൻ ശ്രമിച്ചത് തന്നെ കൂടുതൽ വഷളായി എന്നാണർത്ഥം. കാവൽക്കാരൻ കള്ളൻ. കാവൽ നിൽക്കുന്നയാൾ തന്നെ മോഷണം നടത്തുന്ന അവസ്ഥയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഒരു പഴഞ്ചൊല്ലും അതിനു ചേരുന്ന ചിത്രവുമാണ് ചുവടെയുള്ളത്. അത് നോക്കൂ. ഒരുമ തന്നെ പെരുമ. പഴഞ്ചൊല്ലിനെപ്പറ്റി ചിത്രത്തിൽ നിന്ന് എന്തെല്ലാം കണ്ടെത്താം? ഉത്തരം: അനുയോജ്യമായ സാഹചര്യത്തിൽ ഒരു വലിയ കാര്യത്തിന് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഉറുമ്പുകളെ ചിത്രത്തിൽ കാണാം. ഈ ചിത്രത്തിൽ ഒരുമ തന്നെ പെരുമ എന്ന പഴഞ്ചൊല്ലിനെ അർത്ഥമാക്കുന്നു. പഴഞ്ചൊല്ലുകൾ ചേരുമ്പോൾ ഭാഷയ്ക്കു ഭംഗി കൂടുന്നത് കണ്ടല്ലോ. യോജിച്ച പഴഞ്ചൊല്ലുകൾ നിങ്ങളുടെ വർത്തമാനത്തിലും എഴുത്തിലും ചേർക്കാൻ ശ്രമിക്കൂ. തുടർന്നുള്ള പാഠഭാഗങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.